കൂട്ടുകാരെ, ഈശോയുടെ മക്കൾക്ക് സുഖമാണോ? അപ്പോൾ ഈശ്വരവചനം നമ്മൾ സംസാരിക്കുന്നത് സദൃശവാക്യങ്ങൾ 15 അധ്യായം അതിൻ്റെ 3 വാക്യത്തിലൂടെയാണ്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വചനം വലിയൊരു ബോധ്യം തരുന്നു അല്ലേ. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ സീനിയേഴ്സിനെ അവർ കാണാത്തപ്പം നന്നായിട്ട് ജോലി ചെയ്ത്, അല്ലെങ്കിൽ അവരില്ലാത്തപ്പം ഇച്ചിരി ഉടായ്പ കാണിച്ച്, അങ്ങനെയല്ല. നമ്മൾക്കൊരു ചിന്തയുണ്ടാവുക, ആര് കണ്ടില്ലേലും കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മളിപ്പോൾ ഒരു രോഗിയെ നോക്കുകയാണെങ്കിൽ അവരോടൊരു ആത്മാർത്ഥത, നമ്മൾ അവരോട് നമ്മുടെ മനുഷ്യത്വം അതൊന്നും പോവാതെ നമ്മൾ ഈശോയുടെ മക്കളായിട്ട് നമ്മുടെ ബോധ്യങ്ങളെ നമ്മൾ വിചാരിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പുലർത്തുന്ന ആത്മാർത്ഥത ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരും. കാരണം ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം നാട്ടിൽ പോയി, ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ജോലിക്ക് കയറിയപ്പം ഒരു 104 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്. അപ്പം അമ്മച്ചി എന്നോട് ചോദിക്കുക, നീ വന്നോ? അത്രയും സന്തോഷമായിട്ട്, നീ വന്നോ, നിൻ്റെ വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട്? എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോയതാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അത്രയും കാര്യമായിട്ട് 104 വയസ്സുള്ള ഒരു അമ്മച്ചി ഓർത്തിരുന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയ നമ്മുടെ ഒരു പ്രസൻസ് എന്തോരുമായിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചൊരു വ്യക്തികളോട് പെരുമാറുന്നു, ഇത് നമ്മളോടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം അവരെ ഹാപ്പി ആക്കാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനും നമ്മൾ ഒരു സത്യസന്ധതമായിട്ട് ലൈഫിൽ ട്രൂത്ത്ഫുള്ളായിട്ട് പെരുമാറാനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ വചനത്തിലൂടെ ഒരു ബോധ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പ്രത്യേകം നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഈശോയെ ആരെയും മറയ്ക്കാതെ, ആർക്കും മറയില്ലാതെ പൂർണ്ണമായി സത്യസന്ധമായിട്ട് ജീവിതത്തിലും ജോലിയുടെ മേഖലയിലൊക്കെ പെരുമാറാനുള്ള വലിയ കൃപ തരണമേ എന്ന്. കാരണം നമ്മൾ പല മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ആ സത്യസന്ധത നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെന്നില്ല. അത് നമ്മളാലും ചിലപ്പോൾ നമ്മുടെ ടോപ്പ് മാനേജേഴ്സൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് പറ്റണം എന്നില്ല പലപ്പോഴും. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം, മാക്സിമം ശ്രമിക്കണം. എപ്പോഴും പറയണം ഈശോയെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും ഈശോയുടെ കൂട്ടുകൂടിയ ഈശോ എന്ത് ചെയ്തു തരും, ഈശോ നമ്മുടെ കൂടെ നിന്ന് നമുക്കതെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം, ബായ്.